സംഭവം നടക്കുന്നത് 2025 മെയ് 18 പുലർച്ചെ ഉത്തർപ്രദേശിലുള്ള ലക്നൗ എന്ന സ്ഥലത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ചിൻപത് എന്ന സ്ഥലത്താണ്. അവിടെയുള്ള വീരസിംഗ് എന്ന വ്യക്തിക്ക് പുലർച്ചെ 3 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ആദ്യത്തെ കോൾ വന്ന് പുള്ളിക്ക് എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കോള് അറ്റൻഡ് ചെയ്തപ്പോൾ അത് വന്നേക്കുന്നത് ആ നമ്പർ നോക്കുമ്പോൾ കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ഉഷ സിംഗിൻ്റേതാണ്. ഉഷ സിംഗാണ്. വേഗം ഫോണെടുത്ത വീരസിംഗ് കേട്ടത് ഭയങ്കരമായ വളരെ വെപ്രാളപ്പെട്ട് ഭയത്തോടുകൂടി സംസാരിക്കുന്ന സഹോദരിയുടെ മകളുടെ സൗണ്ടാണ് കേട്ടത്. മകൾ പറഞ്ഞത് അമ്മയ്ക്ക് തീരെ സുഖമില്ല, എന്തൊക്കെ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേ ഫോൺ കട്ടായി പോവുകയാണ് ചെയ്തത്. ഉടനെ തന്നെ വീരസിംഗ് ഉടനെ ഭാര്യയോട് പറഞ്ഞ് ഇങ്ങനെ സഹോദരിയുടെ മോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവം എന്തോ അപകടം പറ്റിയിട്ടുണ്ട് അവർക്ക്, ഞാൻ വേഗം തന്നെ പോവുകയാണ്, ബന്ധുക്കളോടെല്ലാം വിളിച്ച് പറഞ്ഞുതരാം, ഇതെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് 3 കിലോമീറ്റർ അകലെയുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് അദ്ദേഹം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. പോയി അവിടെ ചെന്ന് കണ്ട കാഴ്ച എന്ന് പറയുന്നത്, അദ്ദേഹം ഉടനെ വീട്ടിൽ ചെന്ന ഉടനെ ഡോറ് പതുക്കെ തള്ളി തുറന്നപ്പോഴത്തേക്കും ഡോർ തുറന്നങ്ങ് പോവുകയാണ് ചെയ്തത്. ഡോറ് തുറന്ന് അദ്ദേഹം കണ്ടത് അവിടെ രക്തത്തിൽ കുളിച്ചിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് കാണുന്നത്. അതാ ഒരു വസ്ത്രങ്ങളൊന്നുമില്ല, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു മാനഭംഗപ്പെടുത്തിയ ഒരു രീതിയിലാണ് കിടക്കുന്നത്. എന്നിട്ട് അവിടെയൊക്കെ പൈസകളൊക്കെ കിടക്കുന്നു. 2-3 10 രൂപയൊക്കെ നോട്ടുകൾ അവിടെയൊക്കെ 2-3 ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളി അവിടുന്ന് സഹോദരിയെ കാണുന്നില്ല. അപ്പോൾ സഹോദരിയുടെ മകളെയാണല്ലേ ഫോൺ വിളിച്ചത്. സഹോദരിയുടെ മകളെ കാണാത്തതുകൊണ്ട് പുള്ളി അടുത്ത റൂമിലൊക്കെ നോക്കി, അവിടെയും കാണുന്നില്ല. പുള്ളി അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കുറ്റിക്കാടുണ്ട്. അതിന് ബാക്കിലായിട്ട് ഒരു കുറ്റിക്കാട് ഉണ്ട്. ആ കുറ്റിക്കാടിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ആ സഹോദരി ആ കുറ്റിക്കാടിൽ പമ്മിയിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. ഉടനെ സഹോദരിയുടെ മകളെ അവിടുന്ന് നേരെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന് പോലീസിനെ ഉടനെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് ഉടനെ എത്തി ഉടനെ അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചു. അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ വീരസിംഗിനോട് ചോദിച്ചു, എന്താണ് എപ്പോഴാണ് സംഭവം നടന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു. ഉടനെ പോലീസ് ഉടനെ നോക്കിയപ്പോൾ ഇതാണ് സിറ്റുവേഷൻ, കാര്യങ്ങളെല്ലാം റേപ്പ് ചെയ്ത പോലെയാണ് കാണുന്നത്. പോലീസ് നോക്കിയപ്പം റേപ്പ് ചെയ്തിട്ടുണ്ട്. അതുമല്ല നല്ല രീതിയിൽ രക്തമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചുറ്റുപാടും നോക്കി സെർച്ച് ചെയ്ത് ബോഡി നോക്കിയപ്പോൾ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. ഉടനെ അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്ത് നോക്കി. CCTV ദൃശ്യങ്ങളൊന്നും പുറത്തുനിന്നും ആരും വന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ പോലീസിന് ഉറപ്പായി ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരായി തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ഉഷ സിംഗിൻ്റെ ഫോൺ ചെക്ക് ചെയ്യണം. ഫോൺ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ പുലർച്ചെ ഈ ബന്ധുക്കളെ എല്ലാവരെയും ഫോണിൽ നിന്ന് വിളിച്ച് കൂടാതെ രാത്രി ഒരു 10:30 സമയത്ത് ഒരു കോള് പോയിട്ടുണ്ട്. അത് സേവ് ചെയ്യാത്തൊരു നമ്പറിൽ, ഫോണിൽ സേവ് ചെയ്യാത്തൊരു നമ്പറിലാണ് ഫോൺ പോയിരിക്കുന്നത്. അത് അന്വേഷിച്ച് ചെന്നപ്പോൾ അതൊരു 17-കാരൻ്റെ നമ്പറായിരുന്നു. 17-കാരൻ ഈ 17-കാരൻ താമസിക്കുന്നത് ഇവരെ വീടിൻ്റെ 4 വീട് തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ നേരെ പോലീസ് അവിടെ ചെന്ന് പോയി 17-കാരനെ ഇതിനു മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉഷ സിംഗിൻ്റെ മകളെ പീഡിപ്പിച്ച കേസ് ജുവനൈൽ ഹോമിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് പുള്ളി റിലീസ് വിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഉള്ളപ്പോൾ ആണ് പുള്ളി ഇങ്ങനൊരു കോള് ഈ പെൺകുട്ടി ഇവനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഈ പെൺകുട്ടിയെ ഉടനെ ചോദ്യം ചെയ്ത പോലീസ് ചോദിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസിനടുത്ത് ഈ പെൺകുട്ടി പനഞ്ചേരി പറയുന്നത്,
രണ്ടുപേര് ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് രണ്ടുപേര് വീട്ടിനുള്ളിൽ വന്ന് അമ്മയെ കുപ്പി കഴുത്തിൽ കുത്തി ഇറക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടി ഇത് അവർ കാണാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം പെൺകുട്ടി നോക്കിയപ്പോൾ മറ്റൊരാൾ അമ്മയെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ലൈംഗികമായി പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് പോലീസിനോട് ഈ പെൺകുട്ടി പറയുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഇവർ ആൾക്കാരെല്ലാം പോയതിന് ശേഷം പെൺകുട്ടി തിരിച്ചു വന്ന് ഈ ഫോണെടുത്ത് മാമനെ വിളിക്കുകയായിരുന്നതാണ് ഈ പെൺകുട്ടി പറയുന്നത്. ആണ് ഈ പനകുകാരനെ പോലീസിൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഉടനെ പോലീസ് പനകുകാരനെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് പനകുകാരനെ ചോദ്യം ചെയ്തപ്പോൾ പനകുകാരൻ പറയുന്നത്, എനിക്കിതൊന്നും ഒരു ബന്ധവുമില്ല, എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ ആരും ഫോൺ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ചോദിച്ചു, നീ വിളിച്ചിട്ടില്ല, പക്ഷേ നിൻ്റെ ഫോണിലേക്ക് ഇതിന് 10:30 ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യമൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി അവസാനം സമ്മതിക്കുമായിരുന്നു. പോലീസ് പറഞ്ഞത്, അവളെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു, നീ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറഞ്ഞു, നീയാണോ അത് ചെയ്തിട്ടുള്ളതെന്ന് അവൾ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ ചെയ്തതെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഉടനെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇവൻ പറയുന്നത്, ഒരു ദിവസം ഇവരുടെ അമ്മ ഉഷ സിംഗ് ജോലിക്ക് പോകും, അടുത്തുള്ളൊരു ഫാക്ടറിയിലാണ് ജോലിക്ക് പോകുന്നത്. ആ ജോലിക്ക് പോകുന്ന സമയത്ത് പോയിട്ട് അന്നൊരു ദിവസത്തേക്ക് അവർ നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നേരത്തെ ഒരു 3 മണിയായപ്പോഴത്തേക്ക് വീട്ടിലെത്തിയായിരുന്നു. വീട്ടിലെത്തുന്ന സമയത്ത് ഈ 17കാരനും 15കാരിയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഉഷ സിംഗ് അറിയുന്നില്ല. ഉഷ സിംഗ് ഡോറിൽ ഡോറ് തള്ളി തുറന്ന് അകത്ത് കയറിയ ഉഷ സിംഗ് കാണുന്നത് ഈ 17കാരനും 15കാരിയും നൂൽബന്ധം പോലും ഇല്ലാതെ നിൽക്കുന്നതാണ് ഈ ഉഷ സിംഗ് കാണുന്നത്. രണ്ടുപേരെ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തു, കൈകാര്യം ചെയ്യുകയും ഒരുപാട് ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും ഇറക്കി വിടുകയായിരുന്നു ചെയ്തത്. പിന്നെ ഇതിന് ശേഷം ഉഷ സിംഗ് കൊണ്ടുപോയി കേസ് കൊടുത്തതിന് ശേഷം ഈ പയ്യനെ അറസ്റ്റ് ചെയ്തു പോലീസ്. അങ്ങനെയാണ് ഈ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു കേസാണ് നേരത്തെ നമ്മൾ ഈ പറഞ്ഞത്, ഈ ഭംഗപ്പെടുത്തിയ കേസുണ്ടെന്ന് പറഞ്ഞത്. അതിനുശേഷം 17കാരനും 15കാരിയും കൂടി ചേർന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ്, അമ്മ ഇങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബന്ധം ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരൊരു പ്ലാൻ ചെയ്തു. അവർ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് അമ്മയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ അവർ വേറൊരു പ്ലാൻ ചെയ്യുകയാണ്, അമ്മയെ കൊലപ്പെടുത്തുക എന്നൊരു പ്ലാനാണ് അവർ ചെയ്തത്. അങ്ങനെ ഒരു ദിവസം അവർ ഉറങ്ങുന്ന സമയത്ത്, രാത്രിയിൽ ഉറങ്ങുന്ന ദിവസം, ഈ പറയുന്ന ദിവസത്തിൽ ഉറങ്ങുന്ന സമയത്ത് അമ്മയെ 15കാരി ഡോറ് തുറന്നു കൊടുക്കുകയും ഈ 15കാരൻ വീട്ടിനുള്ളിൽ കയറുകയും അമ്മയെ ഒരു കുപ്പിയെടുത്ത് കഴുത്തി കുത്തി ഇറക്കുകയും അമ്മ അതോടെ രക്തത്തിൽ കുളിച്ച് വെള്ളം വെച്ച് അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഇതുങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷം ഈ അമ്മയെ ഈ 15കാരി ഈ 15കാരനെ കൊണ്ട് ബലാത്സംഗം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഈ അമ്മയ്ക്ക് പാതി ബോധത്തിലാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇത് നോക്കി നിൽക്കുന്ന 15കാരി ഈ 15കാരനെ കൊണ്ട് അമ്മയെ ബലാത്സംഗം ചെയ്യിക്കുന്നത് നോക്കി നിൽക്കുന്ന ഈ 15കാരിക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലെന്നാണ് ആ സമയത്ത് ഉള്ളതാണ് ആ 15കാരൻ പറയുന്നത്. എന്നിട്ട് അതിന് ശേഷം ഈ ഫോണിൽ ഈ അമ്മാവനെ വിളിക്കുകയായിരുന്നു ചെയ്തതെന്നും അവർ പറയുകയാണ്. അങ്ങനെ അത് പോലീസ് ഈ 15കാരിയും കൂടെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ച് സംഭവം ഉറപ്പിക്കുകയാണ് ചെയ്തത്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ഹോമിലേക്ക് അടയ്ക്കുകയാണ് ചെയ്തത്.